Hi students, now we are going to discuss treatment of adjustments of items in final accounts. ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മൾ ഓരോ ഐറ്റംസും അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റംസ് ഒക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് ട്രയൽ ബാലൻസ് അറിയാം. ട്രയൽ ബാലൻസിനുള്ളിലുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രമാണ് വരിക. നമ്മൾ ട്രയൽ ബാലൻസിന്റെ പ്രോബ്ലംസ് ചെയ്തു, സിമ്പിൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചെയ്തു. പക്ഷെ ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്ന പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതായത് ട്രയൽ ബാലൻസ് തരും, അതിന്റെ കൂടെ അഡീഷണൽ ഇൻഫോർമേഷൻസ് തരും. ഈ അഡീഷണൽ ഇൻഫോർമേഷൻസ് ആണ് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത്. സോ അതുകൂടി നമുക്ക് ചെയ്യാനാണ് ഈ പറയുന്ന ഒരു ടേബിൾ തന്നിട്ടുണ്ട്. സോ ഈ ടേബിൾ വളരെ ഈസിയാണ്. നമുക്ക് ഓരോ ഐറ്റംസ് അത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ എവിടെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം, അതേപോലെ ട്രയൽ ബാലൻസിൽ മാത്രമേ തന്നിട്ടുള്ളൂ വെച്ചാൽ നമുക്ക് എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. സോ ആദ്യത്തെ ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ സാധാരണ എവിടെ എഴുതുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എഴുതണം. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക. സോ നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എഴുതുക. പിന്നെയോ ബാലൻസ് ഷീറ്റിൽ ഒരു കറണ്ട് അസറ്റിൽ നമ്മൾ എന്ത് എഴുതണം? ഈ പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യണം. ഇനി നമുക്ക് അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ മാത്രമാണ് എവിടെ എഴുതേണ്ടു? ട്രയൽ ബാലൻസിലാണ് തന്നത് വെച്ചാൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് ആണ് എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റ് ആണ്. സോ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലല്ല തന്നത് വെച്ചാൽ എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നതെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് എഴുതുക. സോ ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. സോ അതൊരു ലയബിലിറ്റി കൂടിയാണ് അല്ലേ? നമ്മൾ കൊടുക്കാനുള്ള ഒരു എക്സ്പെൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ലയബിലിറ്റി ആണ്. സോ അത് നമ്മൾ എവിടെയൊക്കെ ട്രീറ്റ് ചെയ്യും? നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നത് എങ്കിൽ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എഴുതണം. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടത്? ആഡഡ് ടു ദ കൺസേൺഡ് എക്സ്പെൻസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഏത് ഐറ്റത്തിന്റെ ഏത് എക്സ്പെൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ആ എക്സ്പെൻസിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാം, കൂട്ടിയിട്ട് എഴുതണം, ആഡ് ചെയ്യണം. അതേപോലെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡാണ് നമ്മൾ എന്ത് എഴുതുക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലയബിലിറ്റി ആണ് അല്ലേ? അതായത് നമ്മൾ കൊടുക്കാനുള്ള പൈസയാണ്. അപ്പൊ അത് ഏത് ഐറ്റം ആണെങ്കിൽ ആ ഐറ്റം നമ്മൾ കൂടെ ആഡ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ദെൻ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എഴുതും. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ അല്ല തന്നിട്ടുള്ളത്, നമുക്ക് എവിടെയാണ് തന്നിട്ടുള്ളത്? ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ലയബിലിറ്റി സൈഡ് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ഐറ്റം എവിടെ റെക്കോർഡ് ചെയ്യണമെന്ന് നമുക്ക് ഇതിലൂടെ പഠിക്കാം, ഈ ടേബിളിലൂടെ. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് സാലറിയുടെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റിയിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വരുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്താ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മുൻകൂട്ടി കൊടുത്തു എന്നാണ് അർത്ഥം. പ്രീപെയ്ഡ് അല്ലേ? അപ്പോൾ ഒരു എക്സ്പെൻസ് ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു മാസം കൊടുക്കാനുള്ള എക്സ്പെൻസ് നമ്മൾ അടുത്ത മാസം കൊടുത്തു എന്നർത്ഥം. അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എഴുതുക. അഡ്ജസ്റ്റ്മെന്റിൽ തന്നു കഴിഞ്ഞാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് എക്സ്പെൻസ്. ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസിന് കുറയ്ക്കണം. അതിന്റെ റീസൺ എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. നമ്മൾ സാധാരണയായിട്ട് ഒരു അക്കൗണ്ടിങ് ഇയറിൽ വരുന്ന എക്സ്പെൻസുകളാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ എഴുതുക. സോ ഈ വർഷത്തെ ഒരു എക്സ്പെൻസ് അല്ല, അത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസേൺഡ് എക്സ്പെൻസിന് അത് മൈനസ് ചെയ്യണം എന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ നമ്മൾ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് നമ്മൾ കറണ്ട് അസറ്റിലാണ് റെക്കോർഡ് ചെയ്യുക പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണ്? നമ്മൾ മുൻകൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റ് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് അസറ്റ് സൈഡ് വരും. ഇനി നമുക്കിത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓൺലി, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് മാത്രം നമ്മൾ എഴുതിയാൽ മതി. അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻകം കിട്ടാനുണ്ട് എന്നാണ് അർത്ഥം. കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ട്. സോ ഇത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ആണ് വരിക. എന്താണ് ചെയ്യുക?
ആഡഡ് ടു ദ കൺസേൺഡ് ഇൻകം. നമുക്ക് ഏത് ഇൻകം ആണ് കിട്ടാനുള്ള വെച്ചാൽ ആ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഐറ്റം, ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷനോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റിനോ അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റിനോ അങ്ങനെ നമുക്ക് കിട്ടാനുള്ള ഒരു ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്യാതെ. പിന്നെയോ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് സെപ്പറേറ്റ്, കറണ്ട് അസറ്റിലാണ് ഏത് വരിക, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം കിട്ടാനുണ്ട്, സോ ഒരു അസറ്റ് ആണത്. പിന്നെ നമുക്ക് ട്രയൽ ബാലൻസിൽ മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ എവിടെ എഴുതാം, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓൺലി. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്കൊരു ഇൻകം അഡ്വാൻസ് ആയിട്ട് ലഭിച്ചു. അഡ്വാൻസ് ആയിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത വർഷത്തെ ഇൻകം ഈ വർഷം തന്നെ കിട്ടിയെന്നർത്ഥം. അങ്ങനെ കിട്ടുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് ഇൻകം. ഈ വർഷത്തെ ഇൻകം അല്ല അത്, അല്ലെ, അത് അടുത്ത വർഷത്തെ ഇൻകം ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണ് അതാത് അക്കൗണ്ടിങ് ഇയറിൽ അതാത് വർഷത്തെ ഇൻകംസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എക്സ്പെൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത വർഷത്തെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് നമ്മളത് ലെസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് ഇൻകം. അതുകൂടാതെ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഷോൺ ആസ് എ സെപ്പറേറ്റ് ഐറ്റം അണ്ടർ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയിൽ നമ്മൾ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് എഴുതുക, ബാലൻസ് ഷീറ്റിൽ ഈ പറഞ്ഞ പോലെ എഴുതണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കറണ്ട് ലയബിലിറ്റീസിൽ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് എഴുതാം. ഏതാണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പിന്നെ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ മാത്രം എഴുതിയാൽ മതി. എവിടെ തന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് തന്നതെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ മാത്രം എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് കിട്ടി എന്ന് പറയുമ്പോൾ അതൊരു ലയബിലിറ്റി കൂടിയാണ്. ഓക്കെ. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതും, അല്ലെ. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങനെ എഴുതും. അതുകൂടാതെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, കൺസേൺ ഫിക്സഡ് അസറ്റ്, ഏത് ഫിക്സഡ് അസറ്റ് ആണോ ഉള്ളത് വെച്ചാൽ അതിന് നമ്മൾ മൈനസ് ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ വരുന്ന എഫക്റ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിലെ അസറ്റിന് മൈനസ് ചെയ്യുക. ഇനി നമുക്ക് ട്രയൽ ബാലൻസിനുള്ളിൽ മാത്രമാണ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് മാത്രം കാണിച്ചാൽ മതി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മുടെ ഓണേഴ്സ് ഇറക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഇറക്കിയിട്ടുള്ളതാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണേഴ്സ് ഫണ്ടാണ്, ഓണേഴ്സ് കൊണ്ടുവരുന്നതാണ്. സോ അതിന് മുകളിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കും, കമ്പനി കൊടുക്കും. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു എക്സ്പെൻസ് ആണ്, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റിൽ തന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡ് നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും. അതായത് ഇത് ക്യാപിറ്റലിന്റെ കൂടെ ഓണേഴ്സിന് കൊടുക്കേണ്ട ഒരു ഫണ്ടാണ്. സോ അതുകൊണ്ട് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് കാണിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ട്രയൽ ബാലൻസിൽ മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് മാത്രമാണ് നമ്മൾ കാണിക്കുള്ളൂ. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദ ക്യാപിറ്റൽ ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. പിന്നെയോ ട്രയൽ ബാലൻസിൽ മാത്രമാണ് വെച്ചാൽ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോൺ ആസ് എ സെപ്പറേറ്റ് ആയിട്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ പിൻവലിച്ച പൈസയാണ്. ആരാണ്, നമ്മുടെ ഓണേഴ്സ് പിൻവലിക്കുന്ന പൈസയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സോ ഈ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം, നമ്മൾ അതിന് മുകളിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, അതൊരു ഇൻകം ആണ്. ആരെ സംബന്ധിച്ചിടത്തോളം, കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. സോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് ആണ് ഏത് എഴുതുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ദാൻ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അതേപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലല്ല ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് മാത്രം കാണിച്ചാൽ മതി.
അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ലോൺ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നതാണ്. ആ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് എന്താ ചെയ്യുക? ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ് എന്ത് കാണിക്കുക? ഇൻട്രസ്റ്റ് ഓൺ ലോൺ. പിന്നെ ഇതെന്താ? ഒരു ലയബിലിറ്റി അല്ലേ ലോൺ എന്ന് പറയുന്നത്. സോ ലയബിലിറ്റി സൈഡ് ആണ് എവിടെ കാണിക്കുക? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. ലോണിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് കാണിക്കുക? ഇൻട്രസ്റ്റ് ഓൺ ലോൺ കാണിക്കുക ബാലൻസ് ഷീറ്റിൽ. ഇനി ട്രയൽ ബാലൻസിൽ ഉള്ളിലാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് മാത്രമാണ് ഏത് കാണിക്കുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ ട്രീറ്റ്മെന്റ്. ലോൺ എന്ന് പറഞ്ഞ ഒരു ലയബിലിറ്റി ആണ്. സോ അതിന്റെ മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. സോ അതൊരു എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ലോണിന്റെ കൂടെ ആഡ് ചെയ്യുക. ഇനി നമുക്ക് ട്രയൽ ബാലൻസ് ഉള്ളിലാന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. ഓക്കെ, താങ്ക് യു. അപ്പം ബാലൻസ് ഐറ്റംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.